എല്ലാ അർത്ഥത്തിലും നോമ്പ് ക്ഷമയെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ വസ്തുക്കൾക്കും വാതിൽ, ഒരു വലിയൊരു കൊട്ടാരം, ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ ആ കൊട്ടാരത്തിൽ വാതിലുണ്ടാകും എന്നതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളൊരു പിന്നെ തലത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ സൗമ് എന്ന വാതിൽ കടന്നു പോയിരിക്കണം. സൗമിലൂടെ അയാൾ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ അയാൾ പിന്നെ ശക്തിയെ ആർജിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ വാതിൽ കയറിയാൽ മാത്രമേ മറ്റുള്ള ആരാധനകളിൽ അയാൾക്ക് താല്പര്യവും അതേപോലെ തന്നെ ലജ്ജത്തും ഉണ്ടാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. എത്രത്തോളം ഉറങ്ങുന്ന ആളുടെ നോമ്പുകാരൻ്റെ ഉറക്ക് പോലും ഒരു ആരാധനയാണെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, നോമ്പിൻ്റെ അസ്റാറും അതിൻ്റെ രഹസ്യവും അതിലുള്ള പിന്നെ ഫലങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ കൂടുതൽ മുതഅല്ലിമീങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബു സൗമ്, അതിൽ നോമ്പിൻ്റെ സുന്നത്തുകളും അതേപോലെ തന്നെ അസ്റാറു സൗമും ഷുറൂത്തു സൗമും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ മുതാല ചെയ്ത് നമ്മുടെ നോമ്പിനെ ഏറ്റവും സാധ്യമാകും വിധത്തിൽ ഉഷാറാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പലതരത്തിലുള്ള നോമ്പുകൾ, സാധാരണക്കാരായ ആൾക്കാരുടെ നോമ്പിനെ കുറിച്ചും ഖുസൂസ് പ്രത്യേകം ആളുകളുടെ നോമ്പിൻ്റെ വിശേഷണങ്ങളും പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പിൻ്റെ വിശേഷണങ്ങളും ഇങ്ങനെ മൂന്നായി വിഭജിക്കുകയും അതിൻ്റെ നിർവചനങ്ങളൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ നമ്മുടെ നോമ്പുകൾ ഏതിൽ പെടുന്നതാണെന്ന് താരതമ്യം ചെയ്ത് നോക്കുകയും എന്നിട്ട് പിന്നെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിച്ച് പുരോഗതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മുടെ ഇബാദത്തുകളെ ധന്യമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് പ്രധാനമായി നോമ്പുകാരൻ്റെ സുന്നത്തുകളും കറാഹത്തുകളുമാണ്. ഒരു ഇബാദത്ത് സമ്പൂർണതയിലേക്ക് എത്തുന്നത് സുന്നത്തുകൾ ഉൾക്കൊള്ളുമ്പോഴും അത് പിന്നെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോഴുമാണ്. മാസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം നിങ്ങൾ പാടിയല്ലോ. സുന്നത്തുകളിലൂടെയാണ് ഒരു അടിമ പൂർണ്ണതയിലേക്ക്, അള്ളാഹുവിലേക്ക് പരമാവധി അവനിക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും പാലിക്കുന്ന സുന്നത്ത് തന്നെയാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. നബി തങ്ങൾ തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എല്ലാ ആളുകളും അത് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഒരു സുന്നത്താണ് എന്നൊരു നിയത്തോടുകൂടെ ചെയ്യാൻ മറക്കുന്നു. അത് പിന്നെ നമ്മുടെ എല്ലാ സുന്നത്തുകളും പലതും നമ്മൾ ചെയ്യുന്നു, അതൊരു ആദത്തായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ആദാത്തുകൾ ഒരു കോമണായി ചെയ്യുന്ന കാര്യങ്ങളായി മാറുമ്പോൾ അതിനെ ഇബാദത്തുകളിലേക്ക് മാറ്റി തീർക്കുന്നത് നിയ്യത്തുകളാണ്. അപ്പോൾ ആദാത്തുകളെ നമ്മുടെ ഇബാദത്തുകളായി, സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെ ഇബാദത്തുകളിലേക്ക് മാറ്റുന്നതും മാറ്റി തീർക്കുന്നതൊക്കെ നമ്മുടെ നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോൾ നിയ്യത്തോടുകൂടെ പിന്നെ ഇത്തരം സുന്നത്തുകൾ, അതേപോലെ തന്നെ പിന്നെ കുളിക്കൽ സുന്നത്താണ്. രാത്രിയിൽ, റമദാനിൻ്റെ രാത്രിയിൽ പ്രത്യേകം കുളി സുന്നത്തുണ്ട്. അതിനോടൊപ്പം ഈ വലിയ അശുദ്ധിയൊക്കെ ആയാൽ രാത്രി തന്നെ കുളിക്കൽ സുന്നത്തുണ്ട്. അത്താഴ സമയങ്ങളിൽ നല്ല സുഗന്ധം, അത് ആ സുന്നത്ത് അതിൻ്റെ മഹത്വങ്ങളും ഒന്നും പറയേണ്ടതില്ല. പകൽ സമയങ്ങളിൽ അത് ഒഴിവാക്കൽ മത്ലൂബായതുകൊണ്ടാണ് ആ സമയത്ത് സുഗന്ധം പൂശൽ സുന്നത്താണെന്ന് പറഞ്ഞത്. കാരണം പകൽ സമയങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കാതിരിക്കലും സുർമയിടാതിരിക്കലൊക്കെ സുന്നത്താണ്, അത് ഒഴിവാക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ ഹറാമായ ഗീബത്ത്, നമീമത്ത്, സിന, ഖത്ൽ ഇതുപോലെയുള്ള ഹറാമായ കാര്യങ്ങൾ സത്യത്തിൽ അത് എല്ലാ സമയങ്ങളിലും ചെയ്യൽ ഹറാമാണ്, ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്നതാണ്. ആ ഒരു കൂലിക്ക് പുറമെ റമദാന് എന്ന മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട്
അത് ഒഴിവാക്കിയാൽ, ഇത്തരം മുഹറമാത്തുകൾ, നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ സുന്നത്ത് ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ ഒഴിവാക്കൽ നിർബന്ധമാണ് എന്ന ഉജൂബിൻ്റെ കൂലി കിട്ടുന്നതിന് പുറമെ സുന്നത്തിൻ്റെ കൂലിയും റമളാന്റെ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല നൽകുന്നവനാണ്. പിന്നെ ഖുർആൻ അധികരിപ്പിക്കുന്നതിൻ്റെ വിഷയം പറയേണ്ടതില്ല. ഖുർആനാണ് നമ്മുടെ എല്ലാം. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. മുസ്ലിമീങ്ങൾ എപ്പോഴും പ്രതിസന്ധിയിലാകുമ്പോൾ മുസ്ലിമീങ്ങൾക്കും അവരുടെ ശത്രുക്കൾക്കും ഇടയിൽ ഹിജാബ്, അല്ലാഹു തആല വലിയ തടസ്സം, അവർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഹിജാബ് സൃഷ്ടിക്കണമെങ്കിൽ അതിനൊക്കെ നിബന്ധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആൻ പാരായണത്തെ കുറിച്ചിട്ടാണ്. പിന്നെ സ്വതക്ക, ഇഅ്തികാഫ്, ഇങ്ങനെയുള്ള മറ്റു എല്ലാ അൻവാഉകളും നന്മയുടെ എല്ലാ സാധ്യമാകുന്ന വിധത്തിൽ തങ്ങൾ പറഞ്ഞല്ലോ, ഫലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണണ്ട, എല്ലാം വലിയ സംഭവമായി നീ മനസ്സിലാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം, പ്രത്യേകിച്ച് റമളാനാകുമ്പോൾ. പിന്നെ എല്ലാവരും പെട്ടെന്ന് നോമ്പ് തുറക്കൽ സുന്നത്താണ്, അതെല്ലാവരും ചെയ്യുന്നുമുണ്ട്. പിന്നെ നോമ്പിൻ്റെ സുന്നത്തുകൾ പറയുമ്പോൾ ഈത്തപ്പഴമാണ്, അതന്നെ 3 ഈത്തപ്പഴം, പിന്നെ കാരക്ക, അതുമില്ലെങ്കിൽ വെള്ളം, ഇതൊക്കെ 3 ആവലാണ് പൂർണ്ണമായ സുന്നത്ത് കേട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം നോമ്പ് തുറന്നിട്ട് അല്ലാഹു തആല നോമ്പ് നോക്കാനും നോമ്പ് തുറക്കാനൊക്കെ തൗഫീഖ് തന്നില്ലേ. അപ്പോൾ ആ ഒരു മനസ്സോടുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ, എല്ലാ സന്ദർഭത്തിലും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ എല്ലാ ഘട്ടത്തിലും അവൻ എണീക്കാണെങ്കിലും എണീച്ച് വളർത്ത് നിസ്കരിച്ച് പണിയെടുക്കുന്നു, എന്തൊക്കെ ചെയ്യുമ്പോഴും എത്രയോ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് പഠിപ്പിക്കപ്പെട്ടത്? എല്ലാ സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും അല്ലാഹു തആലയുടെ സ്മരണയെ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ ഗസാലി ഇമാമ് ഈ പ്രത്യേകമായ മഹത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ നോമ്പിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞാൽ നീണ്ടുപോകും, താല ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അതിലൊരു കാര്യമാണ് അൻ യസ്തക്സിറ മിന ത്വആമി വഖ്തൽ ഇഫ്താരി. നോമ്പ് തുറക്കുന്ന വേളയിൽ അയാളുടെ വയറൊക്കെ നിറക്കും വിധത്തിൽ ഭക്ഷണം അധികരിപ്പിക്കാതിരിക്കൽ, അതാണ് സ്വാലിഹീങ്ങളുടെ നോമ്പിൻ്റെ അടയാളം. കാരണം നോമ്പിൻ്റെ ആത്മാവ്, അതിൻ്റെ റൂഹ് സൗമ്, ആ നോമ്പ് നോക്കുന്നതിൻ്റെ ആത്മാവ് തന്നെ എന്താ? ശൈത്താനിക്ക് മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനമാകുന്ന അവൻ്റെ ശരീരത്തിൻ്റെ ഖുവത്ത്, ആ ഖുവത്തിനെ കുറക്കലും ലഈഫ് ശൈത്താനിൻ്റെ ദുർബോധനത്തിനു കാരണമാകുന്നതായ മനുഷ്യൻ്റെ വികാരത്തെ കുറക്കലാണല്ലോ നോമ്പിൻ്റെ ആത്മാവ്. അതുണ്ടാകല് ഭക്ഷണം കുറക്കുമ്പോഴാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവരുകൾ അത് നന്നായി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവനിക്ക് ഭയമുണ്ടാവണം, അവൻ്റെ ശരീരം പ്രതീക്ഷയോടൊപ്പം പേടിയും വേണം. കാരണം ഇത് ലൈസ യദ്രി അയുഖ്ബലു സൗമുഹു ഫഹുവ മിനൽ മുഖറബീൻ, ഓൻക്ക് അറിയില്ലല്ലോ എൻ്റെ നോമ്പ് സ്വീകരിച്ച് ഞാനൊരു മുഖറബീൻ, അല്ലാഹുവിലേക്ക് അടുത്ത അടിമകളിൽ പെട്ടിട്ടുണ്ടോ, ഔ യുറദ്ദു അലൈഹി, അല്ലെങ്കിൽ ഓൻ്റെ നോമ്പ് അവനിലേക്ക് തന്നെ മടക്കപ്പെടുമോ, അപ്പോൾ പിന്നെ ഓന് അള്ളാഹുവിൻ്റെ കോപത്തിനിക്ക് വിധേയമായവരിൽ പെട്ടുപോകുമോ എന്നൊന്നും ഓന് അറിയൂലല്ലോ. അപ്പം എപ്പോഴും ഏത് നോമ്പിൻ്റെ മാത്രം ഖുസൂസിയത്തല്ല, ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഖൗഫ് റജാ വേണം. പ്രത്യേകിച്ച് സ്വതക്കകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പേടി വേണം. പേടി എന്താ? സമ്പത്ത് കുറഞ്ഞു പോകുമെന്നുള്ള പേടിയല്ല, മറിച്ച് അത് കുറഞ്ഞു പോകുമൊന്നുമില്ല. മാ നഖസ മാലും മിൻ സ്വതക്ക, സ്വാദിഖുൽ മസ്ദൂഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ, സ്വതക്ക കാരണം ഒരു സമ്പത്ത് പോലും ചുരുങ്ങിയിട്ടില്ല. ആ നിലക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോൾ സ്വതക്ക കൊടുക്കുമ്പോഴും
നമുക്ക് ഖൗഫും റജാവും, സ്വീകരിക്കപ്പെടുമോ അല്ല തള്ളപ്പെടുമോ എന്നുള്ളൊരു പേടി നമ്മൾക്കുണ്ടാവണം. നമ്മളത് ചെയ്തു എന്ന നിലക്ക് അതിൻ്റെ മേൽ മാത്രം ഇഅ്തിമാദ് ചെയ്ത് പിന്നെ സമാധാനപ്പെടുന്നതിന് പുറമെ അള്ളാഹുവിനോട് സ്വീകരിക്കാനുള്ള, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മാണം നടത്തി പ്രാർത്ഥിച്ചില്ലേ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന്. അപ്പോൾ എപ്പോഴും ഖബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് ചുരുക്കം. പിന്നെ പറയാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ എന്ന് പറഞ്ഞാൽ അത് അമലുകൾക്ക് ന്യൂനത വരുത്തുന്ന സംഭവങ്ങളാണ്. കറാഹത്തുകൾ ചെയ്താൽ സത്യത്തിൽ അതിനക്ക് ശിക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാൽ, എന്നാലും അല്ലാഹു തആല എന്തേ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന കറാഹത്തുകൾ ചെയ്താൽ, അതേപോലെ തന്നെ നുഖ്സാന് വരുമെന്നും പറഞ്ഞല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, റമദാന് നോമ്പ് നോക്കിയ മനുഷ്യന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക, അത് കറാഹത്താണ്. അതേപോലെ വെറുതെ വായിൽ വല്ലതും ഇട്ട് ചവക്കലും, ആവശ്യമൊന്നുമില്ലാണ്ട് ഭക്ഷണത്തിൻ്റെ രുചി നോക്കലും, അതേപോലെ സുഗന്ധം ഉപയോഗിക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, സുഗന്ധം ഒഴിവാക്കൽ സുന്നത്താകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. അതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും, അപ്പോൾ ഒളു എടുക്കുമ്പോൾ പല ഘട്ടങ്ങളിലും പകൽ സമയങ്ങളിൽ ഒളു എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സാധാരണ ദിവസങ്ങളിൽ പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഈ അമിതവ്യയം ഇവിടെ ഉണ്ടാവേണ്ടതില്ല, കറാഹത്താണ്, അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ വികാരത്തെ ഇളക്കി പുറപ്പെടുവിക്കുന്ന ബന്ധങ്ങളും ബന്ധപ്പെടലും സ്പർശനവും നോട്ടവും എല്ലാം കറാഹത്ത് തന്നെയാണ്. പിന്നെ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഫുഖഹാക്കൾ എണ്ണിയിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കുകയും നമ്മുടെ നോമ്പ് സൗമ് ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരിൽ നിന്നുള്ള പ്രത്യേകക്കാരുടെ നോമ്പാക്കി അല്ലാഹു തആല നമ്മുടെ നോമ്പുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.